പല മാതാപിതാക്കളും പറയാറുള്ള ഒരു പ്രശ്നമാണ്. അതായത് അവിടെ കുട്ടികൾക്ക് ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല, പഠിച്ചാൽ ഒന്നും ഓർമ്മ നിൽക്കുന്നില്ല. ഓർമ്മ കൂട്ടാൻ എന്താണ് ചെയ്യുന്നത്, എന്തെങ്കിലും മരുന്ന് വല്ലതും ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തലച്ചോറിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ ഓർമ്മ ശക്തി. തലച്ചോറിൻ്റെ പ്രവർത്തനം വേറെ ഒരുപാട് പല കാര്യങ്ങളുണ്ട്. ചില കുട്ടികൾക്ക് ഒരു കാര്യം ഒരു തവണ വായിച്ചാൽ ഓർത്തിരിക്കാൻ സാധിച്ചെന്ന് വരും, പക്ഷേ ഭൂരിഭാഗം കുട്ടികൾക്കും അത് സാധിക്കത്തില്ല. അപ്പോൾ ഒരു കാര്യം ഓർമ്മയിൽ നിൽക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം നമ്മൾ പഠിക്കുകയാണെങ്കിൽ അത് ലോങ് ടേം മെമ്മറിയിലേക്ക് പോകണമെങ്കിൽ അത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ പിന്നെയും അത് റിപ്പീറ്റഡായിട്ട് അതേ കാര്യം തന്നെ പിന്നെയും വായിക്കുമ്പോഴാണ് നമ്മൾ ലോങ് ടേം മെമ്മറിയിലേക്ക് പോകുന്നത്. അപ്പം റിപ്പീറ്റഡ് റീഡിങ്. ഇപ്പോൾ ഒരു കുട്ടിക്ക് ഒരു വർഷത്തെ ഒരു സിലബസ് റിപ്പീറ്റഡായിട്ട് റീഡ് ചെയ്യുമ്പം അത് ലോങ് ടേം മെമ്മറിയിലേക്കും അത് നല്ല രീതിയിൽ കുറേ നാളത്തേക്ക് ഓർത്തിരിക്കാനും സാധ്യതയുണ്ട്. ഇപ്പോൾ റിപ്പീറ്റഡ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ഒരു 20, 25, 30 തവണ വരെ പറ്റുമെങ്കിൽ ഒരേ സിലബസ് തന്നെ റിപ്പീറ്റായിട്ട് പിന്നെ പഠിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഫൈനൽ എക്സാമിന് മുമ്പ് വളരെ നന്നായിട്ട് പെട്ടെന്ന് റീപ്രൊഡ്യൂസ് ചെയ്ത് നല്ലതായിട്ട് ഓർത്ത് ആൻസർ പേപ്പർ കറക്റ്റായിട്ട് എഴുതാനായിട്ട് സാധിക്കും.